കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സതീശൻ ഇക്കാര്യം അറിയിച്ചത്. ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടികളിൽ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഉൾപ്പെടെ 5 ഗ്യാരണ്ടികളിൽ 2 എണ്ണത്തിന്റെ പ്രഖ്യാപനവും ഇന്നലെ ഉണ്ടായി. സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെയും. പൂച്ച വെച്ച് കിടക്കുന്ന ഖജനാവ് എന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിനെതിരെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ഉന്നയിച്ച വിമർശനം. കേരളം പാപ്പരായ സംസ്ഥാനമാണെന്ന AK ആന്റണിയുടെ വാദവും ആ പ്രസ്താവന വസ്തുതാവിരുദ്ധവും കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ളതുമാണെന്ന മുൻ ധനമന്ത്രി KN ബാലഗോപാലിന്റെ മറുവാദവും ഉയർന്നിരുന്നു. 6000 കോടി രൂപ മെച്ചം വെച്ചാണ് LDF സർക്കാർ പടിയിറങ്ങുന്നത് എന്നാണ് ബാലഗോപാൽ വ്യക്തമാക്കിയത്. വൈകാതെ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റും വരാനിരിക്കുകയാണ്. അപ്പോ ഈ സാഹചര്യത്തിൽ ഇന്ന് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ഗ്യാരണ്ടികൾക്കുള്ള ചില്ലറയുണ്ടോ ഖജനാവിൽ? ഒരു സർക്കാർ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചോ സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിനായി പുറത്തിറക്കുന്ന ആധികാരികമായ ഔദ്യോഗിക രേഖയാണ് ധവളപത്രം. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം അളക്കുന്നതിനുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടായാണ് ധവളപത്രത്തെ കണക്കാക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കാതെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സംസ്ഥാന സർക്കാരുകൾ പ്രധാനമായും സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോഴോ പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോഴോ ആണ് സാധാരണയായി ഇത്തരം രേഖകൾ പുറത്തിറക്കാറ്. അതേസമയം പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഖജനാവിന്റെ ശൂന്യതയും മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക കെടുകാര്യസ്ഥതയും വെളിച്ചത്തു കൊണ്ടുവരാൻ ധവളപത്രം രാഷ്ട്രീയമായും ഉപയോഗിക്കാറുണ്ട്. ഈ ലക്ഷ്യം വെച്ചാണ് ഉടൻ ധവളപത്രം പരസ്യപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. ഇതിനായി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ ഒരു സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. 2026 മാർച്ച് 31 കേരളത്തിന്റെ ആകെ ബാധ്യത 4,99,503 കോടി രൂപയാണ്. 2026-27 സാമ്പത്തിക വർഷം തീരുമ്പോഴേക്കും കേരളത്തിന്റെ ആകെ കടബാധ്യത 5,44,000 കോടി രൂപയിലേറെയാകുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത് മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിന്റെ 33.35% വരുമെന്നാണ് നിഗമനം. എന്നാൽ ബജറ്റിന് പുറത്തുള്ള വായ്പകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ബാധ്യത ഇതിലും കൂടുതലാണ്. കിഫ്ബി വഴിയുള്ള വായ്പകൾ ഔദ്യോഗിക ബജറ്റ് കണക്കുകൾക്ക് പുറത്താണ് നിൽക്കുന്നത്. ഇത്തരം ബാധ്യതകൾ കണക്കിലെടുക്കാതെ തന്നെ 2025-26 കാലയളവിലെ ധനക്കമ്മി ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3.78%. ഇത് ധന ഉത്തരവാദിത്ത നിയമം അനുശാസിക്കുന്ന 3% എന്ന പരിധിയേക്കാൾ വളരെ കൂടുതലാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ 1.57 ലക്ഷം കോടി രൂപയായിരുന്നു കേരളത്തിന്റെ കടം. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്ന വേളയിൽ ഇത് 2.96 ലക്ഷം കോടി രൂപയായി. 2024-25 4.35 ലക്ഷം കോടി രൂപ. 2025-26 ബജറ്റ് പ്രകാരം കടം 4.88 ലക്ഷം കോടി രൂപയിലേക്കും എത്തി. അതേസമയം കേരളം ഒരു സാമ്പത്തിക വർഷം കടമെടുക്കുന്നതിന്റെ ശരാശരി 13 മുതൽ 15% മാത്രമാണ് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവിടുന്നത് എന്ന CAG-യുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പുതിയ കടമെടുക്കുന്നതിന്റെ 70%-ഓളവും മുൻപുള്ള കടങ്ങൾ വീട്ടുന്നതിനായാണ് കേരളം വിനിയോഗിക്കാറ്. എത്ര കാലം ഇത്തരത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഭരണ നേതൃത്വങ്ങളോട് ആവർത്തിച്ചുന്നയിക്കുന്ന ചോദ്യവുമാണ്. കേരളത്തിന്റെ ധനകാര്യ ഘടനയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം റവന്യൂ ചെലവിന്റെ സ്വഭാവമാണ്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ കൂടുതലായി മാറ്റിവെക്കേണ്ടി വരുന്നത് ഭരണപരമായ അനിവാര്യ ചെലവുകൾക്കാണ്. ഏകദേശം 45,000 കോടി രൂപ സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഇനത്തിലും 28,000 കോടി രൂപയിലധികം സർവീസ് പെൻഷൻ ഇനത്തിലും പ്രതിവർഷം ചെലവാകുന്നുണ്ട്. ഇത് കൂടാതെ മുൻകാല വായ്പകളുടെ പലിശ തിരിച്ചടവിനായി മാത്രം ഏകദേശം 29,000 കോടി രൂപയും ചെലവാക്കുന്നു. ഇതിനും പുറമെയാണ് നടപ്പ് വർഷത്തെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത വരുന്നത്. അതേസമയം 2026-27 സംസ്ഥാന ബജറ്റിൽ 1,83,000 കോടി രൂപയാണ് സർക്കാരിന്റെ മൊത്തം റവന്യൂ വരുമാനമായി കണക്കാക്കുന്നത്. അതായത് സർക്കാരിന്റെ മൊത്തം പ്രതീക്ഷിത റവന്യൂ വരവിന്റെ 55 മുതൽ 56% ശമ്പളം, പെൻഷൻ, പലിശ തിരിച്ചടവ് എന്നിവ ഉൾക്കൊള്ളുന്ന പതിവ് ചെലവുകൾക്കായാണ് വിനിയോഗിക്കപ്പെടുന്നത്.
ഇത് പുതിയ പദ്ധതികൾക്കോ മൂലധന നിക്ഷേപങ്ങൾക്കോ തുക കണ്ടെത്താനുള്ള സർക്കാരിന്റെ ശേഷിയെ പരിമിതപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയം പര്യാപ്തതയെ അളക്കുന്നത് തനത് നികുതി വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിന്റെ തനത് നികുതി വരുമാനം ഏകദേശം 93,000 കോടി രൂപയാണ്. ശമ്പളവും പെൻഷനും പലിശ തിരിച്ചടവും കൂടി ചേരുമ്പോൾ തനത് നികുതി വരുമാനം മതിയാകാതെ വരുന്ന ഒരവസ്ഥയുമുണ്ട്. അതേപോലെ 2026-27 സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന മൊത്തം റവന്യൂ ചെലവ് 2,17,559 കോടിയും റവന്യൂ കമ്മി 34,587 കോടി രൂപയുമാണെന്നതും കൂട്ടി വായിച്ചാൽ സംസ്ഥാനത്തെ ഖജനാവിലെ ഏകദേശം രൂപം പിടികിട്ടും. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി രൂപീകരിച്ച കിഫ്ബി കേരളത്തിന്റെ കടമെടുപ്പ് രീതികളെ തകിടം മറിച്ചെന്ന പ്രചാരണം ഈ പ്രചാരണ വേളയിൽ വി.ഡി. സതീശൻ ഉന്നയിച്ചതാണ്. കിഫ്ബി ബജറ്റിന് പുറത്തുള്ള അധിക ബാധ്യതയാണെന്നും വിമർശിക്കുകയുണ്ടായി. എന്നാൽ UDF അധികാരത്തിലേറിയാൽ കിഫ്ബിയെ റദ്ദു ചെയ്യുമെന്ന മുൻവാദം അദ്ദേഹം ഇപ്പോൾ തള്ളിയിട്ടുണ്ട്. കിഫ്ബി വഴി സംസ്ഥാനം വൻതോതിൽ കടമെടുത്തു കഴിഞ്ഞു. അവ തിരിച്ചടക്കേണ്ട ബാധ്യതയുണ്ട്. അതേസമയം കിഫ്ബിയെ പുനഃക്രമീകരിക്കുന്നത് ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി വഴി എടുക്കുന്ന കടം സംസ്ഥാന സർക്കാരിന്റെ കടമായി തന്നെ കണക്കാക്കുമെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയതാണ്. കേരളത്തിന്റെ കടപ്പരിധി വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രം തീരുമാനിച്ചതും ഈ വാദം ഉന്നയിച്ചായിരുന്നു. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് സംസ്ഥാനത്തിന്റെ മൊത്തം ഉൽപാദനത്തിന്റെ 3% വരെ കടമെടുക്കാനാണ് സംസ്ഥാനങ്ങൾക്ക് അനുമതി. എന്നാൽ കിഫ്ബിയും പെൻഷൻ ഫണ്ട് ബോർഡും എടുത്ത കടം കൂടി ചേർക്കുമ്പോൾ കേരളം പരിധി കടന്നുവെന്നാണ് കേന്ദ്ര വിലയിരുത്തൽ. വി.ഡി. സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം ജൂൺ മാസം 5-ന് നടക്കുമെന്നാണ് അറിയുന്നത്. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുകൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾക്കൊള്ളിക്കുക എന്ന വെല്ലുവിളിയാണ് ധനമന്ത്രി കൂടിയായ സതീശന് നേരിടാനുള്ളത്. ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ആദ്യ ബജറ്റിൽ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കും. കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, ചെറുകിട സംരംഭങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കാം. ആശമാരുടെ ഓണറേറിയം 3,000 രൂപ, അങ്കണവാടി ജീവനക്കാർക്ക്, പാചക തൊഴിലാളികൾക്ക്, പ്രീ പ്രൈമറി ടീച്ചർമാർക്ക്, ആയമാർക്ക് ഇവരുടെയൊക്കെ വേതനം 1,000 രൂപ വീതം കൂട്ടുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ UDF സർക്കാർ പ്രഖ്യാപിച്ചതാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന വാഗ്ദാനം ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും. കേരളം സംസ്ഥാന വ്യവസ്ഥയ്ക്ക് വളരാൻ അനുയോജ്യമായ സ്റ്റാർട്ടപ്പുകളെ വളർത്തുക എന്ന ലക്ഷ്യത്തിന് സതീശൻ സർക്കാർ മുൻഗണന നൽകും. 2 മേജർ തുറമുഖങ്ങളും 4 രാജ്യാന്തര വിമാനത്താവളങ്ങളുമുള്ള കേരളത്തെ ലോജിസ്റ്റിക്സ് രംഗത്ത് വളർച്ചയിലേക്ക് നയിക്കാനുള്ള നടപടികളും ഉണ്ടാകും. ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനമായിട്ടും കേരളത്തിൽ GST പിരിവ് കാര്യക്ഷമമല്ലെന്ന വിമർശനം വി.ഡി. സതീശൻ ഉൾപ്പെടെ നേരത്തെ ഉയർത്തിയതാണ്. GST സമാഹരണം ഊർജിതമാക്കാനും നികുതി കുടിശ്ശിക വീണ്ടെടുക്കാനും നടപടികൾ പ്രതീക്ഷിക്കാം. കേരളത്തിൽ 1 ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണ വിൽപ്പനയാണ് നടക്കുന്നതെന്ന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ധനമന്ത്രിയായിരിക്കെ KN ബാലഗോപാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. മേഖലയിൽ നിന്ന് നികുതി കൂടുതൽ കാര്യക്ഷമമായി പിരിച്ചെടുക്കാനുള്ള നടപടിയും പ്രതീക്ഷിക്കാവുന്നതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാത്തതും വിവിധ സ്കീമുകളിൽ കേന്ദ്രവുമായുള്ള തർക്കങ്ങളുമാണ് സംസ്ഥാനത്തിനുള്ള ഗ്രാന്റുകൾ മുടങ്ങാനുള്ള മുഖ്യ കാരണം. എന്നിരുന്നാലും കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതത്തിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്നതും നിർണായകമാണ്. അതേസമയം തന്നെ ആവർത്തക ചെലവുകളിൽ സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരുമോ എന്നതും സാമ്പത്തിക വിദഗ്ധർ ഉറ്റുനോക്കുന്നുണ്ട്. 10 വർഷത്തെ LDF ഭരണത്തിന് ശേഷം വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റ UDF സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സംസ്ഥാനത്തിന്റെ തകർന്നടിഞ്ഞ ധനസ്ഥിതി കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. 2026 സംസ്ഥാന ബജറ്റ് രേഖകൾ പ്രകാരം കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ കടുത്ത സമ്മർദ്ദത്തിലാണ്. സർക്കാരിന്റെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നതും കടബാധ്യത ഉയരുന്നതും പുതിയ ഭരണകൂടത്തിന് നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ വലിയ പരിമിതികൾ സൃഷ്ടിച്ചേക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ വരുമാനം വർദ്ധിപ്പിച്ചാണോ അതോ സാമ്പത്തിക അച്ചടക്കം പാലിച്ചാണോ പുതിയ സർക്കാർ സംസ്ഥാന ഖജനാവ് നിറയ്ക്കാനുള്ള വഴി കണ്ടെത്തുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സാമ്പത്തിക വിദഗ്ധനായി അറിയപ്പെടുവാൻ താൽപര്യപ്പെട്ടിരുന്ന സതീശന് ഈ മേഖലയെക്കുറിച്ച് ആഴത്തിൽ അറിയാം. പക്ഷേ പ്രതിപക്ഷത്തിരുന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നത് പോലെ ആകില്ല കസേരയിലിരുന്ന് അവ നടപ്പാക്കൽ. രാഷ്ട്രീയ പാർട്ടികളിൽ വലിയ സ്വാധീനമുള്ള വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങളിൽ പിടിമുറുക്കിയാലേ ഖജനാവ് നിറയുകയുള്ളൂ. അതിനുള്ള ധൈര്യവും നടപടികളുമാണ് ആവശ്യം. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.